നാദാപുരത്തെ CPIM പ്രവർത്തകൻ തൂണേരി ഷിബിൻ വധക്കേസിലെ പ്രതികളെ ജയിലിൽ സന്ദർശിച്ച് യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ. പ്രതികൾക്കൊപ്പം പാർട്ടി ഉണ്ടാകുമെന്നും മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ ഉറപ്പു നൽകുന്നു. CPIM പ്രവർത്തകനായ ഷിബിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെയാണ് യൂത്ത് ലീഗ് നേതാവ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘം ജയിലിലെത്തി സന്ദർശിച്ചത്. യൂത്ത് ലീഗ് നാദാപുരം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഹാരിസും മൊയ്ൻ അലി തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രതികൾക്കായി മുസ്ലിം ലീഗ് രാജ്യസഭാ അംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും പാർട്ടി ഒറ്റക്കെട്ടായി പ്രതികൾക്കൊപ്പമാണെന്നും മൊയ്ൻ അലി തങ്ങൾ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. 2015 ജനുവരി 22-നാണ് നാദാപുരം തൂണേരി വെള്ളൂരിലെ DYFI CPIM പ്രവർത്തകനായിരുന്ന 19 വയസ്സുകാരൻ ഷിബിനെ വെട്ടിക്കൊല്ലുന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തകരായിരുന്നു കേസിലെ മുഴുവൻ പ്രതികളും. വിചാരണ കോടതി പ്രതികളെ വെറുതെ വിട്ടിരുന്നെങ്കിലും 9 വർഷത്തിനു ശേഷം ഒക്ടോബർ 15-നാണ് പ്രതികളെ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. ഇവരെയാണ് മൊയ്ൻ അലി തങ്ങൾ ജയിലിലെത്തി സന്ദർശിച്ചത്. കൈരളി ന്യൂസ്, കോഴിക്കോട്. വിഷയത്തിൽ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി AK ലതീഷ് കൂടി ചേരുകയാണ്. ലതീഷ്, അതായത് വളരെ കുപ്രചരണങ്ങൾ നടത്തി കൊല ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു ഷിബിൻ വധക്കേസ്. പല വിധത്തിലുമുള്ള തീവ്രവാദ സംഘടനകളുടെ ഉദയം ഒക്കെ നിർണായകമാക്കിയ ഒന്നുകൂടിയായിരുന്നു അത്. അതിലാണ് ലീഗിൻ്റെ പങ്ക് വ്യക്തമാക്കുന്നത്. പുഞ്ചിരിക്കുന്ന തങ്ങൾ കുടുംബം അല്ലെങ്കിൽ പണക്കാട് തങ്ങൾ കുടുംബം എന്നൊക്കെ അഭിമാനത്തോടെ ലീഗുകാർ പറയുന്ന അതിലെ പ്രധാനപ്പെട്ട അംഗമാണ് യൂത്ത് ലീഗിൻ്റെ നേതാവ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹമാണ് നേരിട്ട് പ്രതികളെ ജയിലിലെത്തി സന്ദർശിക്കുന്നത്. ഇത് നൽകുന്ന ധാർമ്മികമായ ഒരു പ്രശ്നം കൂടിയുണ്ട്. ജിംഷാദ്, ഈ ഷിബിൻ വധക്കേസിലെ പ്രതികൾക്കൊപ്പം എല്ലാ കാലത്തും അടിയുറച്ചു നിൽക്കുന്നൊരു സമീപനമാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. അത് അവർ പ്രതികളായ ഘട്ടത്തിലും വീണ്ടും ഹൈക്കോടതി അവരെ കഴിഞ്ഞ ഒക്ടോബർ മാസം കുറ്റക്കാരാണെന്ന് കണ്ടെത്തി, അതായത് ജീവപര്യന്തം 7 പ്രതികളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഘട്ടത്തിലുമെല്ലാം മുസ്ലിം ലീഗ് ഇവരെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ മൊയ്ൻ അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. തവനൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഈ കുറ്റവാളികളെ അദ്ദേഹം നേരിട്ടെത്തി കാണുകയായിരുന്നു. അദ്ദേഹത്തിനൊപ്പം യൂത്ത് ലീഗിൻ്റെ നാദാപുരം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഹാരിസും ഉണ്ടായിരുന്നു. ഈ ഹാരിസിനൊപ്പം തവനൂർ ജയിലിന് മുന്നിൽ നിൽക്കുന്ന പടം മൊയ്ൻ അലി തങ്ങൾ തന്നെയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ഒപ്പം അദ്ദേഹം ഹാരിസ് ബീരാൻ, മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാംഗം കൂടിയായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഈ പ്രതികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ കുറ്റവാളികളാണെന്ന് ഹൈക്കോടതി ശിക്ഷിച്ച ആളുകൾക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും പ്രതികളെ പുറത്തിറക്കുന്നതിനാവശ്യമായ അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കുന്നതിനാവശ്യമായ നടപടികളുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുമെന്നും ഈ പ്രതികൾക്കൊപ്പമാണ് മുസ്ലിം ലീഗ് എന്നും പ്രഖ്യാപിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പും അദ്ദേഹം ഈ ചിത്രത്തിന് താഴെ ഇട്ടിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രതികൾക്കൊപ്പം തന്നെയാണ്, ഷിബിൻ വധക്കേസിലെ പ്രതികൾക്കൊപ്പം തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോഴും നിൽക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കേസിലെ 1-ാം പ്രതി തെയ്യമ്പാടി ഇസ്മയിൽ, അദ്ദേഹം ഇപ്പോഴും നിയമത്തിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം വിദേശത്ത് തുടരുകയാണ്. മറ്റുള്ള പ്രതികൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഹാജരാകാൻ നിർദ്ദേശിച്ച ദിവസം ഹാജരാവുകയും കോടതി വിധി വരികയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ജീവപര്യന്തം തടവ് ശിക്ഷിക്കപ്പെട്ട 7 പ്രതികൾ 6 പ്രതികളെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ഇവരെയാണ് നേരിട്ട് മൊയ്ൻ അലി തങ്ങൾ കാണുന്ന സാഹചര്യമുണ്ടായത്. 19 വയസ്സുകാരനാണ് കൊല്ലപ്പെടുമ്പോൾ ഷിബിൻ എന്ന് നമ്മൾ ഓർക്കുക. 2019 ജനുവരി 22-നാണ് നിഷ്ഠൂരമായ കൊലപാതകം നടക്കുന്നത്. ഷിബിനും സുഹൃത്തുക്കളും യാത്ര ചെയ്ത് വരുന്നതിനിടെയാണ് റോഡരികിൽ പതിയിരുന്ന സംഘം ഇവരെ ഭീകരമായി മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിക്കുകയും ഷിബിൻ അതിനിഷ്ഠൂരമായി തന്നെ കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികളെ ഹൈക്കോടതി, ഷിബിൻ്റെ അച്ഛൻ, അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ എല്ലാം മേൽക്കോടതിയെ സമീപിച്ചതിൻ്റെ ഫലമായി ഹൈക്കോടതിയിൽ വാദം പൂർത്തിയാക്കിയ ശേഷമാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ 15-ന് 2024 ഒക്ടോബർ 15-ന് ഈ പ്രതികളെ 7 പ്രതികളെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നത്. ആ പ്രതികളെയാണ് അല്ലെങ്കിൽ ആ കുറ്റവാളികളെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് യൂത്ത് ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് കൂടിയായ മൊയ്ൻ അലി തങ്ങളും നാദാപുരത്തെ യൂത്ത് ലീഗിൻ്റെ നേതാവും കൂടി ഒരുമിച്ച് ചെന്ന്
ജയിലിൽ സന്ദർശിച്ചത്. അജിംഷാദ്, അത് ഒരു 19-കാരനായ ഒരു CPIM പൊതുപ്രവർത്തകനാണ്, CPIM രാഷ്ട്രീയ നേതാവാണ് എന്നതിനപ്പുറത്തേക്ക് ഒരു 19-കാരനായ വ്യക്തിയായിരുന്നു ഈ കൊല്ലപ്പെട്ട ഷിബിൻ എന്നത്. ആ ഷിബിനെ കൊന്ന കേസിലാണ് പ്രതികൾക്ക് അത്തരത്തിൽ പരസ്യമായി പിന്തുണ നൽകുന്നു. നിയമപോരാട്ടം ഒരു പക്ഷേ പ്രതികൾക്ക് വേണ്ടി നടത്തുന്നത് അവരുടെ അവകാശമായിരിക്കാം, പക്ഷേ പരസ്യമായി അവരെ ജയിലിലെത്തി സന്ദർശിക്കുന്നു, വലിയ ഹാപ്പി മൂഡിൽ അത് ഷെയർ ചെയ്യുന്നു, എന്നിട്ടത് FB പോസ്റ്റിലിടുന്നു. അതും മൊയ്ൻ അലി തങ്ങളെപ്പോലെ ഒരാൾ. അതാണ് അതിലെ പ്രധാന വിഷയമായി വരുന്നത്. തീർച്ചയായും ഇതിൽ മൊയ്ൻ അലി തങ്ങൾ എന്ന ഒരു വ്യക്തിക്ക് പ്രാധാന്യമുണ്ട് എന്ന് തോന്നുന്നില്ല അജിംഷാദ്. കാരണം മുസ്ലിം ലീഗ് നേതൃത്വം ഈ പ്രതികളോട് സ്വീകരിച്ച നിലപാട് തുടക്കം മുതൽ അവർക്ക് അനുകൂലമായ നിലപാടായിരുന്നു. പ്രതികളെ വിചാരണ കോടതി വെറുതെ വിടുന്നതിനുൾപ്പെടെ അന്നത്തെ UDF സർക്കാരിൻ്റെ കാലത്തുള്ള നിയമ നടപടികളിൽ ഉൾപ്പെടെയുള്ള ഇടപെടൽ വലിയ വിമർശനത്തിന് വിധേയമാകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെയ്യമ്പാടി ഇസ്മായിൽ അടക്കമുള്ള ക്രിമിനൽ ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന മുസ്ലിം ലീഗിൻ്റെ നാദാപുരത്തെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിനൊപ്പം തന്നെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം എന്ന് വീണ്ടും അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സാദിഖ് അലി തങ്ങളോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടായിട്ടുണ്ട് ഇന്ന് എറണാകുളത്ത് വെച്ച്. അതായത് ഇത്തരത്തിൽ ഈ പ്രതികൾക്കൊപ്പം തന്നെയാണ്, അല്ലെങ്കിൽ ഷിബിനെ പോലെ ഒരു യുവാവായ 19 വയസ്സുകാരനെ നിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ആളുകൾക്കൊപ്പം തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം എന്ന് വിളിച്ച് പറയുക, അല്ലെങ്കിൽ അത് മുസ്ലിം ലീഗ് അണികളെ ഭാഗമായി തന്നെയാണ്. ഷിബിൻ കൊല്ലപ്പെട്ട ഷിബിൻ കൗമാരക്കാരനായിരുന്നു. തീർച്ചയായും 19 വയസ്സുകാരനായിരുന്നു. ആ കുടുംബത്തിൻ്റെ വേദന ഇന്നും വലിയ വേദനയായി തന്നെ അവശേഷിക്കുകയാണ്. ഷിബിൻ്റെ അച്ഛൻ ഭാസ്കരനും അതേപോലെ തന്നെ സഹോദരനും അമ്മയുമെല്ലാം വലിയ വിഷമത്തിൽ തന്നെയായിരുന്നു. ഈ കൊലപാതകികളെ നേരിട്ടറിയാവുന്ന പല ആളുകളാണെങ്കിൽ പോലും അവരെ വെറുതെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായതിൽ വലിയ വിഷമത്തിലായിരുന്നു ആ കുടുംബം. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബം തന്നെ നേരിട്ട് നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഒപ്പം CPIM-ഉം സംസ്ഥാന സർക്കാരും എല്ലാം ഒപ്പം നിന്നതിൻ്റെ കൂടെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു അനുകൂലമായ വിധി ആ കുടുംബത്തിന് വളരെ വൈകിയാണെങ്കിൽ പോലും 9 വർഷത്തിന് ശേഷം ഉണ്ടായത്. ആ വിധി വന്ന ശേഷവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തെയ്യമ്പാടി ഇസ്മായിൽ എന്ന് പറയുന്ന അതിലെ കേസിലെ 1-ാം പ്രതി ഇപ്പോഴും വിദേശത്ത് കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ലതീഷിലേക്ക് ഞാൻ തിരിച്ചെത്താം. ഈ തൂണേരി ഷിബിൻ വധക്കേസിൽ പ്രതികളെ മൊയ്ൻ അലി തങ്ങൾ, അതായത് പാണക്കാട് കുടുംബാംഗം സന്ദർശിച്ച കാര്യത്തിൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പ്രതികരിക്കാതെയാണ് പോയത്. ആ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം, അതിലെ സമീപനം ഒന്ന് കാണാം. കേസിലെ പ്രതികളുടെ CPM നേതാക്കൾ ജയിലിൽ സന്ദർശിച്ച സമാനമായൊരു നടപടിയാണ് ഇന്നലെ ഉണ്ടായത്. അതായത് ഈ തൂണേരി കേസിലെ പ്രതികളെ അതാണ് ലതീഷ്. അതായത് ഈ വിഷയത്തിൽ ലീഗ് നേതാവിന് പ്രതികരിക്കാനില്ല. മറ്റ് ചില വിഷയങ്ങളിൽ ജയിലിലുള്ള സന്ദർശനം വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാധ്യമങ്ങളടക്കം ഉയർത്തിക്കൊണ്ടുവരും. ഇവിടെ കൈരളി ന്യൂസ് അല്ലാതെ വേറെ ആർക്കും അതിൽ താല്പര്യവുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു മാധ്യമ നിരാസം അതിലുണ്ട്. ഒപ്പം സാദിഖ് അലി തങ്ങളുടെ ആ വാക്കുകൾ അടങ്ങിയിരിക്കുന്ന നിഷേധഭാവമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ UDF നേതാക്കൾക്ക്, ലീഗുകാർക്ക് ഒക്കെ എന്തുമാകാം ഈ വിഷയത്തിൽ എന്ന ചോദ്യം ഒരുപക്ഷെ സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്നുണ്ട്. അത് പ്രസക്തമാണ് യഥാർത്ഥത്തിൽ, അല്ലേ? തീർച്ചയായും ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. കാരണം ഈ കൊലപാതകം നടന്ന സമയം മുതൽ ഈ പ്രതികളെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടി പോരാട്ടം നടത്താനുമെല്ലാം മുസ്ലിം ലീഗ് തന്നെയായിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നത്. അവരെ തള്ളിപ്പറയാനൊന്നും ലീഗ് കുറ്റവാളികളായി അവർ ജയിലിലേക്ക് പോയ ഘട്ടത്തിൽ പോലും, കഴിഞ്ഞ ഒക്ടോബർ മാസമാണ് ഈ വിധി വന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചു, ആ വിധി വന്ന ഘട്ടത്തിൽ പോലും അവരെ തള്ളിപ്പറയാനോ ഏതെങ്കിലും തരത്തിൽ ഷിബിൻ കൊല്ലപ്പെട്ടത് ദാരുണമായൊരു സംഭവമാണ് എന്ന് പറയാനോ ഒന്നും തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറായിട്ടില്ല. ആ മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലൊരു അനുകൂലമായ ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഇദ്ദേഹം മൊയ്ൻ അലി തങ്ങൾ ഇന്നലെ ജയിലിൽ പോയി സന്ദർശിച്ചത് തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. കാരണം യൂത്ത് ലീഗിൻ്റെ നാദാപുരം മണ്ഡലം ഭാരവാഹിക്കൊപ്പമാണ് അദ്ദേഹം പോയത്. ഒപ്പം അദ്ദേഹം ആ ഫേസ്ബുക്ക് കുറിപ്പിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഹാരിസ് ബീരാൻ എന്ന മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാ അംഗം സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തും, ഇവരെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് പോകും എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് 19 വയസ്സുകാരനായ വളരെ ചെറുപ്പക്കാരനായ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന ഒരു യുവാവ് കൊല്ലപ്പെട്ടിട്ടും ആ കൊല്ലപ്പെട്ട കുടുംബത്തിനൊപ്പമല്ല, ആ യുവാവിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കൊലപാതകികൾക്കൊപ്പം തന്നെയാണ് ലീഗ് നേതൃത്വം എന്ന് തന്നെയാണ് മൊയ്ൻ അലി തങ്ങളുടെ സന്ദർശനത്തിൽ നിന്നും
വ്യക്തമാകുന്നത്. അജിംഷാദ്. തീർച്ചയായും ഇത് ഒരു വലിയ വൈകാരിക പ്രശ്നം കൂടിയുണ്ട്. കാരണം ഒരു 19-കാരനെ അരുംകൊല ചെയ്ത കേസിലെ പ്രതികളെ ആ പാണക്കാട് കുടുംബത്തിന് സന്ദർശിക്കാം, ഫോട്ടോ എടുക്കാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്താം എന്നതിലെ രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല, അതിലെ ഒരു വൈകാരിക പ്രശ്നം കൂടിയുണ്ട്. മറ്റുള്ള കേസുകളിൽ കാണുന്ന അതേ മാനദണ്ഡം ഈ വിഷയത്തിൽ ലീഗ് അടക്കമുള്ളവർ സമീപിക്കുന്നില്ല. ലതീഷ്, മുസ്ലിം ലീഗ് മറ്റു പല രാഷ്ട്രീയ പാർട്ടികളെയും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെയും വലിയ തോതിൽ ഇത്തരം വിഷയങ്ങളിൽ ജയിൽ സന്ദർശനവുമായി ബന്ധപ്പെട്ടെല്ലാം വലിയ വിമർശനം ഉന്നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ലീഗ് ഇക്കാര്യത്തിൽ സ്വാഭാവികമായും അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം അതിനോട് പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നതിനർത്ഥം അവരുടെ പിന്തുണയോടുകൂടി തന്നെയാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ് മൊയ്ൻ അലി തങ്ങളെ പോലുള്ള മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പാണക്കാട് കുടുംബാംഗമായ ഒരാൾ ഈ അരുംകൊല ചെയ്ത പ്രതികളെ നേരിട്ട് പോയി കാണുന്നു അല്ലെങ്കിൽ കുറ്റവാളികളെ നേരിട്ട് പോയി കാണുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ. അജിംഷാദ്.